ദൃശ്യമാധ്യമ പ്രവർത്തകൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിലൂടെ ശ്രദ്ധേയമാവുകയാണ് തിരുവനന്തപുരം കുന്നത്തുകാൽ പഞ്ചായത്തിലെ മണവാരി വാർഡ്. ഏഷ്യാനെറ്റ് ന്യൂസിലെ മാധ്യമപ്രവർത്തനത്തിന് താൽക്കാലിക വിട നൽകിയാണ് വിപിൻ ഇവിടെ 3 മുന്നണികളെയും വെല്ലുവിളിക്കുന്നത്. ക്വാറി ഉടമകൾ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെയും അവരുടെ നേതാക്കന്മാരെയും സ്വാധീനിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായ പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ കുന്നത്തുകാൽ. CPIM-ന് ആഴത്തിൽ വേരോട്ടമുള്ള പഞ്ചായത്തിൽ പക്ഷേ അടുത്ത കാലത്തായി BJP ശക്തമായ മുന്നേറ്റമാണ് നടത്തുന്നത്. SFI പ്രവർത്തകനായ ശിവപ്രസാദിന്റെ പിതാവ് നാരായണൻ നായരെ 2 വർഷം മുൻപ് RSSകാർ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം നടന്നത് കുന്നത്തുകാലിലെ മണവാരി വാർഡിലാണ്. കൊലപാതകത്തിന്റെ തൊട്ടടുത്ത ദിവസം നാരായണൻ നായരുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് CPIM നടത്തിയ വിലാപയാത്രയിൽ വൻതോതിൽ അക്രമം അരങ്ങേറിയിരുന്നു. അന്നു മുതൽ സംഘർഷം നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ് മണവാരി. 7ലേറെ വൻകിട ക്വാറികൾ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും ജനങ്ങളിൽ ഉണ്ടാക്കിയ അതൃപ്തിയിൽ നിന്നാണ് വിപിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഉദയം. നാട്ടുകാരുടെ സമ്മർദ്ദം ശക്തമായപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലെ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് തസ്തികയിൽ നിന്ന് അവധിയെടുത്ത് സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിക്കുകയായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ മണവാരി വാർഡിൽ വിപിൻ ഏറെ മുന്നേറിക്കഴിഞ്ഞു. വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിൽ പാടെ പരാജയപ്പെട്ടിരിക്കുകയാണ് എല്ലാ പാർട്ടികളും. അപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കുള്ള ചാൻസ്, ഒരു പുതിയ ആൾ വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ആശയങ്ങൾ നടപ്പിലാക്കാൻ ആളുകൾ പിന്തുണ തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഞാൻ എത്തിയത്. വിപിന്റെ വിജയ സാധ്യത നാട്ടുകാരും തള്ളിക്കളയുന്നില്ല. തീർച്ചയായും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. ഇന്നത്തെ ചെറുപ്പം നാളുടെ ചരിത്രമാണ്. ഇരു മുന്നണികൾക്കും BJPക്കും ഭീഷണിയായതോടെ വിപിനുമേൽ സമ്മർദ്ദവും ശക്തമായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ആനാവൂർ നാഗപ്പന്റെ സ്വന്തം വാർഡ് കൂടിയാണ് കുന്നത്തുകാലിലെ മണവാരി എന്നതും വിപിന്റെ മത്സരത്തെ ശ്രദ്ധേയമാക്കുന്നു. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.